ഇന്നിപ്പോൾ ഉച്ചഭക്ഷണം വെറൈറ്റിയാണ് കേട്ടോ. മാഗിയും അതുപോലെ തന്നെ 2 മുട്ട പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. എനിക്കും ഏട്ടനും വേണ്ടിയിട്ടാണ്. കുട്ടികൾ ഇവിടെ ഇല്ല, അവർ തറവാട്ടിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, പോകാൻ വേണ്ടിയിട്ട് രാവിലെ റെഡി ആയതാണ്. അപ്പോഴാണ് അവിടുന്ന് വിളിച്ച് പറഞ്ഞത് അവിടെ ആരും കിടത്തി വിടുന്നില്ല, കാണാൻ സമ്മതിക്കുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ ടൗണിലൊക്കെ പോയി വന്ന് മാഗിയൊക്കെ വാങ്ങിച്ചു വന്ന് മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇതാ ഏട്ടനും അത് കാരണം പണിക്കൊന്നും പോയില്ല. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു, സ്വയം സൗന്ദര്യത്തേക്കൊന്ന് ആസ്വദിച്ച് അങ്ങനെ നിന്നു. വീഡിയോയിൽ മുഖം കാണിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ് എൻ്റെ കെട്ടിയവന്. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ അടിപൊളിയായിട്ട് വെള്ളച്ചോറും മോരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വല്ലാത്ത വിശപ്പൊന്നും ഇല്ലാതെ പിന്നെ മാഗി പിന്നെ മുട്ട പുഴുങ്ങിയതിലൊക്കെ അങ്ങോട്ട് നമ്മുടെ ലഞ്ച് അങ്ങോട്ട് ഒതുക്കിയത്. പിന്നെ മക്കളും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ. പിന്നെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രീകുട്ടീനെയും ശ്രീനുവിനെയും വിളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുമോളുടെ വീട്ടിലേക്ക് പോയിട്ടോ. ഇവിടെ ഒരു മയിലിരിക്കുന്നുണ്ട്, അതിനൊരു നല്ല വൃത്തിക്കും ഭംഗിക്കൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇതാ അമ്മ ഈ കട്ട പതിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു പേപ്പറുണ്ട് സൈഡിൽ കൂടെ ഒക്കെ, അതൊക്കെ അമ്മ വലിച്ച് കളയുന്നുണ്ട്. പിന്നെ ശ്രീനു ഇത് കൂടെയൊക്കെ അങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. ശ്രീനു ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, ഭയങ്കര വായാടിയാണ്, കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞാൽ ഒരു സൈലൻറ്റ് ക്യാരക്ടറായിരുന്നു, അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് തന്നെ ഈ റബ്ബർ തൊടിയിലുള്ള വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്, അതങ്ങനെ താഴ്ന്നു പോകുന്നില്ല. പിന്നെ ഏട്ടന് അതവിടെ ഓസിൻ്റെ കണക്ടർ എന്തോ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഏട്ടൻ വരുമ്പോൾ എല്ലാവർക്കും ഓരോ സിപ്പപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കൂടിയും കുടിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കളിച്ചു. ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത് കുഞ്ഞുമോളാണ് കേട്ടോ. കുറച്ച് ക്യാമറ ഷെയ്ക്ക് ആയിട്ടുണ്ട്, ചിലപ്പോൾ നല്ലോണം എടുക്കും, അതുപോലെ തന്നെ കുറച്ച് സ്പീഡും കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് എടുക്കും, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊളാക്കിയിട്ടും തരും. കുഴപ്പമില്ല എന്നാലും. പിന്നെ പെട്ടെന്ന് അവിടുന്ന് പോന്നു കേട്ടോ. വൈകുന്നേരത്തേക്ക് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, വിളക്ക് കൊളുത്താനും, അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പോന്നു. ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ഹെലികോപ്റ്റർ താഴത്ത് കൂടെ പോകുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ അല്ല, ഫ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷേ സൂം ചെയ്ത് കിട്ടിയില്ല അത്. പിന്നെ അതൊക്കെ കഴിഞ്ഞടിച്ച് ഒരു വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലും പുറത്തും ഒക്കെ വിളക്കൊക്കെ കൊളുത്തി വെച്ചു, സാമ്പ്രാണിയും ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു, എല്ലാ ഭാഗത്തും ലൈറ്റൊക്കെ ഇട്ടു. കുറച്ച് ഒരു പോസിറ്റീവൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം, കുറച്ചായിപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട്. രാവിലെയും വൈകുന്നേരം നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു മനസ്സിനൊരു സമാധാനം കുളിരും ഒക്കെ കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഞാൻ അപ്പോൾ കഴുകി വെക്കാറുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ എന്തോ അതൊരു കുറച്ച് മടി പിടിച്ചു. പിന്നെ അതാ കുറച്ച് വീതിനൊക്കെ ഒന്ന് ഇതായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തടച്ച് വൃത്തിയാക്കണം. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവല്ലേ ഏതായാലും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള ചൂടുവെള്ളം അതുപോലെ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. മുട്ടൻ്റെ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി കുഴയ്ക്കാറ് ചൂടുവെള്ളത്തിലാണ്, ഒരുപാട് തിളക്കില്ല, ഒരു ചെറിയ ഇങ്ങനെ ഒരു നര പോലെ ഇങ്ങനെ തടിയിൽ നിന്ന് ഇങ്ങനെ വരില്ലേ, ഒന്ന് ഇരയ്ക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാകമാകുമ്പോൾ ഞാൻ വേഗം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചപ്പാത്തിൻ്റെ പൊടിയിലേക്ക് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ച പൊടിയിലേക്ക് അങ്ങോട്ട് ഈ ചൂടുവെള്ളം ഒഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ മാവ് നല്ലോണം വെന്തിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാതെ പോകും. എന്നാൽ ഒരുവിധം ചൂട് വേണേനി. നമ്മൾ തണുത്ത വെള്ളത്തിൽ മാവ് കുഴച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല, എന്താ പറയുക, മയം ഉണ്ടാവില്ല, കുറച്ച് ബലമാവും ചപ്പാത്തി കഴിക്കാനായിട്ടൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അധികം നല്ല എപ്പോഴും ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുക. ആ ചൂടായിട്ടുള്ള വെള്ളം, നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ചപ്പാത്തി മാവിലേക്കൊണ്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ
അത് എടുത്തിട്ട് പരത്തി ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. പിന്നെ ഇപ്പോൾ ഇതാ കാടമുട്ട നന്നായിട്ട് തിളച്ച് വേവുന്നുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ കിടന്നിട്ട്. അപ്പോഴത്തേനും എൻ്റെ ചപ്പാത്തി മാവും സെറ്റായി കേട്ടോ. പിന്നെ അത് ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. എൻ്റെ കയ്യിൽ സവാള സ്ലൈസ് ചെയ്യാനൊരു സ്ലൈസർ ഉണ്ട് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നല്ല ബ്ലേഡ് മാതിരി. ഇപ്പം നല്ല കേട്ടോ, ഇതൊരു കുറേയായി 5-6 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. സവാള അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് വീഴും. അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ കറിക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പും കിട്ടും. അങ്ങനെ വെറുതെ 2 പപ്പടം പൊട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കടുക് വറുക്കണതിൽ ഞാൻ നേരത്തെ എണ്ണ എടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടിയിലേക്ക്. പിന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് മിക്കവാറും ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി മറ്റ് പൊടികളും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടികൾ ചേർക്കണ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഒന്നാമത് നേരം വൈകിട്ടിരിക്കുകയാണ്, കുട്ടികളൊക്കെ വിശക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് പൊടികളൊക്കെ ചേർത്തു. പിന്നെ തക്കാളി ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ചേർത്തു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന പല കറികൾക്കും പ്രത്യേകിച്ചൊരു റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം എന്താണെന്നോ തോന്നുന്നത് അതേപോലെ ഉണ്ടാക്കും. ഒരുവിധം എനിക്ക് സെറ്റാവാറുണ്ട്, അങ്ങനെ കൊളാവാറൊന്നുമില്ല. എനിക്ക് തോന്നുന്ന ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്കിപ്പോൾ ഈയിടെയായിട്ടല്ല, കുറച്ചായിട്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനാണ് കൊതി. കാരണം നമ്മൾ തന്നെ ഈ അടുക്കളയിൽ നിന്നിട്ട് ആവിയും പുകയും കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടേ അതിലൊരു രുചി തോന്നില്ല. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട് ഒരു വല്ലാത്ത കൊതിയാണ്. ഇന്നിപ്പോൾ ഉണ്ടാക്കണ കറി ഇനി ഒരിക്കൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ കിട്ടിയെന്ന് വരില്ല. നമ്മൾ അപ്പം എന്താണോ തോന്നുന്നത് ആ പൊടികളൊക്കെ എടുത്തിടും എന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ട് മാറ്റമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ട്. നല്ലോണം തിളച്ച് കുറുകി വരുന്ന സമയത്ത് 2 കാടമുട്ട നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് അതിൽ കൂടെ ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലയും ഒക്കെ ചേർത്ത് തിളച്ച് കുറുകിയിട്ടാണ് മല്ലിയിലയൊക്കെ ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട തൊലി കളഞ്ഞ് അതിലേക്ക് ഇട്ടു. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടച്ചു വെച്ചു. പിന്നെ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു. പിന്നെ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മക്കൾക്ക് വിശന്നിട്ടേ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ പിന്നെ ഫോണൊന്നും തൊട്ടില്ല. വേഗം ചപ്പാത്തി ആയി ഒരു 3-4 ആയപ്പോൾ തന്നെ അവർക്കൊക്കെ കൊടുത്തു. നമ്മുടെ കാടമുട്ട കറീൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ലുക്കും അടിപൊളിയാണ്, ടേസ്റ്റും അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിയൊക്കെ തുടച്ചിട്ടാണ് മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ല്. വീണ്ടും നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റാ ബൈ ബൈ.